ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെ തകർത്തെറിയുവാൻ ശ്രമിച്ച ശത്രുക്കളെ ഈ വ്യക്തി വേരോടെ പിഴുതെറിയുന്നു. നിങ്ങളുടെ പ്രണയം വിജയിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ വ്യക്തി എന്താണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ടോ? ഈ പ്രണയബന്ധത്തെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി തയ്യാറാണോ? ശത്രുക്കളെ വേരോടെ പിഴുതെറിയുന്നുണ്ടോ? ശത്രുക്കളെ തിരിച്ചറിയുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ വ്യക്തി യെസ്, വെരി ബ്യൂട്ടിഫുൾ വാരിയർ ആണ് കിട്ടിയിട്ടുള്ളത്. വാരിയർ, ബി ഫിയർലെസ് ആൻഡ് സ്റ്റാൻഡ് സ്ട്രോങ് ആണ്. ഈ വ്യക്തി വളരെയധികം ഒരു തൻ്റെടമായിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം പേടിച്ചാണ് ജീവിച്ചിരുന്നത്. ഇത്രയും കാലം മറ്റുള്ളവരെ പേടിച്ചും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്നും ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം തൻ്റെ ഇടത്തിലേക്കും അതുപോലെ വളരെയധികം പേടിയില്ലാത്ത ഒരു മനോധൈര്യമുള്ള വ്യക്തിയിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വാരിയർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പടകാളിയെ സൂചിപ്പിക്കുന്ന ഒരു പടയാളി, അതായത് തൻ്റെ രാജ്യത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ, സ്വന്തം ജീവൻ വില കൊടുത്തും സംരക്ഷിക്കുന്ന ഒരു ആളാണ് പടയാളി എന്ന് പറയുന്നത്. വാരിയർ ആണ്. അപ്പോൾ ആ ഒരു വാരിയർ എനർജിയാണ് നമുക്ക് ഈ വ്യക്തിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്ത് കാര്യമാണെങ്കിൽ പോലും എന്താ പറയാ, ഞാൻ എന്ത് വില കൊടുത്തും എന്ത് റിസ്ക് എടുത്തും ഞാൻ ഈ പ്രണയബന്ധത്തെ സംരക്ഷിച്ചിരിക്കും, ഞാൻ ഈ പ്രണയബന്ധത്തെ വിജയിപ്പിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു എനർജിയിലേക്കാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കാണാൻ സാധിക്കുന്നത് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് ആണ്. അതായത് ഇവിടെ യു ഫോർഗീവ് യുവർ പാരൻസ് എന്നാണ്. അതായത് ഈ പേഴ്സന്റെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നും, അതായത് ഈ പേഴ്സന്റെ ആ ഒരു പാരൻസിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു കടന്നാക്രമണം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഈ വ്യക്തിയുടെ പാരൻസ് നല്ല രീതിയിൽ തന്നെ തടഞ്ഞിട്ടുണ്ടാകാം. ഓക്കെ, തടഞ്ഞിട്ടുണ്ടാകാം, നല്ല രീതിയിൽ തന്നെ എതിർപ്പ് കൊണ്ടുവന്നിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ സ്വന്തം മാതാപിതാക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർ ഈ ഒരു പ്രണയബന്ധത്തിനോട് എതിരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടുകാർ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ വീട്ടുകാർ മാത്രമായിരിക്കാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ തടസ്സമായിട്ട് നിൽക്കുന്ന പാരൻസിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും ഈ റിലേഷൻഷിപ്പിലെ ആ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം, അതാണ് പാരൻസിനോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യെസ്, ഫ്രീഡം ആണ്. അതായത് ഇവിടെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ശത്രുക്കളാണെങ്കിലും നിങ്ങൾ രണ്ടുപേരെയും പിടിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരെയും ഒന്നിക്കാൻ സമ്മതിക്കാതെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അത്തരം സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ ഒരു സ്വാതന്ത്ര്യം കിട്ടി പുറത്തേക്ക് പറന്നുയരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. തനിക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ, തനിക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ, പറ്റാത്ത വ്യക്തികൾ എന്തൊക്കെയാണോ, അവരിൽ നിന്നുമൊക്കെ പുറത്തേക്ക് സ്വാതന്ത്ര്യം കിട്ടി പറന്നുയരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുതെന്നും തൻ്റെ പ്രണയമാണ് ഏറ്റവും വലുതെന്നും ഈ വ്യക്തി തിരിച്ചറിയുന്ന നിമിഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റിവർ ഓഫ് ബ്ലെസ്സിങ്സ് ആണ്, വാട്ടർ എനർജിയാണ് കിട്ടുന്നത്. റിലീസിങ് കൺസ്ട്രെയിൻസ് ആണ്. വെള്ളം എന്ന് പറയുന്നത് എപ്പോഴും പരിശുദ്ധിയാക്കുന്ന ഒരു എലമെന്റ് ആണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളം കൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിനെ വരെ നമുക്ക് കുറച്ച് കരഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ വെള്ളം കൊണ്ട് ഉള്ളൊരു ശുദ്ധികലശമാണ്. അതായത് റിലീസിങ് കൺസ്ട്രെയിൻസ് ആണ് കാണിക്കുന്നത്. തടസ്സങ്ങളെ മറികടക്കുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് വളരെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ തടസ്സങ്ങളെ അഭിമുഖീകരിക്കാനാണ്, ഫേസ് ചെയ്ത് അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് ആണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം നിങ്ങളോട് ഇമോഷണൽ ആയിട്ട് ഈ വ്യക്തിക്ക് ഓരോ ചിന്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യായിരിക്കും, നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം ഈ വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു, നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളെ ഇമോഷണൽ പരമായിട്ട് ആദ്യമൊക്കെ ഈ വ്യക്തി ചിലപ്പോൾ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടായിരിക്കാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇമോഷണൽ ആയിട്ടാണ്, ഇമോഷണൽ പരമായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകളും എല്ലാം തന്നെ വളരെ ഇമോഷണൽ ആയിട്ടാണ്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള വളരെ അതികഠിനമായിട്ടുള്ള ഇമോഷണൽ പരമായിട്ടുള്ള ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഫേസ് എൻറ്റാഞ്ചിൽമെന്റ് ആണ്, ഇമോഷണൽ ഇൻഫ്ലുവൻസ് ആണ്. ഇവിടെ നമുക്ക് ആ ഒരു ശത്രുക്കൾ നല്ല രീതിയിൽ തകർത്തെറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സായിരിക്കാം. നല്ല രീതിയിൽ തന്നെ മനസ്സ് മാറ്റിക്കുന്ന രീതിയിൽ ശത്രുക്കൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇമോഷണൽ പരമായിട്ടാണ്. അത് കൂട്ടുകാരായിക്കോട്ടെ, ശത്രുക്കൾ എന്ന് പറയുന്നത് ആരും ആയിക്കോട്ടെ, സ്വന്തം അച്ഛനമ്മയാകാം, കൂട്ടുകാരാകാം, വീട്ടുകാരാകാം, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകാം, നിങ്ങളോട് അസൂയുള്ള ആൾക്കാരാകാം. അപ്പോൾ ഈ പേഴ്സണോട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളെ എന്താ പറയാ, നിങ്ങളെ നിങ്ങളുടെ ആ ഒരു അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഈ വ്യക്തിയോട് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തതായിട്ടാണ് കാണിക്കുന്നത്. മറ്റുള്ളവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ശത്രുക്കളുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. കാരണം ശത്രുക്കളുണ്ട്, അവര് നല്ല രീതിയിൽ തന്നെ ഇതിനോട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു നെഗറ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട്, നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സൽപ്പേര് അത് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പേഴ്സന്റെ അടുത്തുനിന്ന് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ശത്രുക്കൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഇൻഫ്ലുവൻസസ് നല്ല രീതിയിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ദ കാളിമ. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിശ്വസിച്ച് വിളിക്കുന്ന നിങ്ങളുടെ ഭദ്രകാളി അമ്മ, നിങ്ങളുടെ കാളിമ, അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആകാം കേട്ടോ. നിങ്ങളുടെ ദേശദേവതയാകാം, നിങ്ങളുടെ കുടുംബ ദേവതയാകാം, അല്ലെങ്കിൽ വേറെ ദേവിമാര്, വേറെ ദൈവങ്ങൾ ഒരുപാടുണ്ട്. മേരി മാതാവുണ്ട്, കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരമ്മ, അങ്ങനെ ഒരുപാട് ദേവിമാരുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്ര ദേവിയായിരിക്കാം, അല്ലെങ്കിൽ ഭദ്രകാളി അമ്മനെ ആയിരിക്കാം, അല്ലെങ്കിൽ ദുർഗാദേവീനെ ആയിരിക്കാം, അല്ലെങ്കിൽ വാരാഹി ദേവീനെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏത് ദേവിയാണോ ആ ദേവിയുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടുതൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഭദ്രകാളി ദേവീനെയാണ്. ആൻഡ് ഓൾസോ ദ ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി മാലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ദേവി നിങ്ങളെ കൈവിടില്ല. ദേവിയുടെ സാന്നിധ്യം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള പേടിയും അല്ലെങ്കിൽ വെപ്രാളം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ദേവിയിൽ സമർപ്പിച്ചോളൂ. ഓക്കെ, ഉറപ്പായിട്ടും ദേവി അതെല്ലാം കാത്തു സൂക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കാത്തു രക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. കാരണം ദേവിയുടെ സാന്നിധ്യം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ ചേഞ്ചസിലൂടെയാണ്
കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പല സത്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ആ സത്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ദേവി നിങ്ങളോടൊപ്പമുണ്ട്. പലതരത്തിലുള്ള വിജയങ്ങൾ, അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാം, നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ദേവിയുടെ നാമകീർത്തനങ്ങളൊക്കെ നിങ്ങൾ ജപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാം. കാരണം ദേവി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നിങ്ങളോടൊപ്പമുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേർക്ക് വരുന്ന, നിങ്ങൾക്ക് എതിരായിട്ട് വരുന്ന എന്തായുധമാണെങ്കിൽ പോലും നിങ്ങളെ സംരക്ഷിക്കുന്ന ആ ഒരു ദൈവം നോക്കിക്കോളും. ഈ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയോട് കൂടി ഒരുപാട് ഭയങ്കര ഒരു സ്മാർട്ട്നെസ്സിലേക്ക് വരുന്നുണ്ട്, ഭയങ്കര ഒരു തൻ്റെ ഇടത്തോടു കൂടി ആൾ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, സപ്പോർട്ട്, കമൻറ്റ്, ഹൈപ്പ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.